2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 3846 പേർ മരണപ്പെട്ടു. ഇറ്റലിയിൽ 1,10,574 പേർക്കാണ് രോഗം ബാധിച്ചത്. മരണസംഖ്യ 13,157. ഈ രോഗവ്യാപനത്തിൻ്റെ ഗൗരവം അമേരിക്കയിലെ ന്യൂയോർക്കിൻ്റെ അവസ്ഥ പരിശോധിച്ചാൽ മനസ്സിലാവും. അവിടെ മാർച്ച് 1-നാണ് ആദ്യം കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ അവിടെ 92,381 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2,219 പേർ അവിടെ മാത്രം മരിച്ചു. 1,94,00,000 ന്യൂയോർക്കിലെ ജനസംഖ്യ. കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ഗവർണർ പറഞ്ഞത് 16,000 ന്യൂയോർക്കുകാർ കൊറോണ ബാധിച്ച് മരിക്കാൻ പോകുന്നുവെന്നാണ്. ന്യൂയോർക്കിൽ മാത്രമല്ല, വികസനം കൊണ്ടും സമ്പന്നത കൊണ്ടും ഉയരങ്ങളിൽ നിൽക്കുന്ന പല നാടുകളെയും ഇത് ബാധിച്ചിരിക്കുകയാണ്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ വേണം നമ്മുടെ സംസ്ഥാനം കോവിഡ്-19 പ്രതിരോധിക്കാൻ നടത്തുന്ന ഒറ്റക്കെട്ടായ സമരത്തെ കാണാൻ. കേരളത്തിൽ ആദ്യത്തെ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് ജനുവരി 30-നാണ്, വുഹാനിൽ നിന്നുള്ളത്. ഇതുവരെ ഇവിടെയുള്ള 295 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇന്ന് പോസിറ്റീവായവർ സ്ഥിരീകരിച്ചത്. ഇന്ന് പോസിറ്റീവായ ഉൾപ്പെടെ ഇതുവരെ രോഗബാധയുണ്ടായ 206 പേർ വിദേശത്ത് നിന്ന് വന്ന മലയാളികളാണ്. 7 പേര് വിദേശികളാണ്. രോഗികളുമായി സമ്പർക്കം മൂലം വൈറസ് ബാധിച്ചവർ 78 പേരാണ്. ഇതിനു പുറമെ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 3 പേർ നിസാമുദ്ദീനിലെ സമ്മേളനത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തി നിരീക്ഷണത്തിലുള്ളവരാണ്. ഒരാൾ ഗുജറാത്തിൽ നിന്ന് എത്തിയതാണ്. ഈ സ്ഥിതിവിവരക്കണക്കുകൾ തെളിയിക്കുന്നത് വലിയ തോതിൽ രോഗവ്യാപനം പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയുന്നു എന്ന് തന്നെയാണ്. നമ്മുടെ ഒറ്റക്കെട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായാണ് ഇത് സംഭവിക്കുന്നത്. രോഗവ്യാപനം ഉണ്ടാകാതിരിക്കുക, വൈറസ് ബാധിച്ചവരെ ചികിത്സിച്ച് ഭേദമാക്കുക, പുതിയ വ്യാപന സാധ്യതകൾ അടക്കുക, ഇതാണ് നമ്മുടെ നയം. സംസ്ഥാനത്ത് ഇന്ന് 9 പേർക്കാണ് കോവിഡ്-19 രോഗബാധ സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ കാസർഗോഡ് 7 പേർ, തൃശ്ശൂർ, കണ്ണൂർ ഓരോ ആൾ വീതം. ഇതുവരെ 295 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 251 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്.
ഇന്നറിയിക്കാനുള്ള ആശ്വാസകരമായ ഒരു കാര്യം, ചികിത്സയിലായിരുന്ന 14 പേർക്ക് കൂടി രോഗം ഭേദമായി എന്നതാണ്. കണ്ണൂർ ചികിത്സയിലായിരുന്ന 5 പേര്, കാസർഗോഡ് 3 പേര്, ഇടുക്കിയിൽ 2 പേർ, കോഴിക്കോട് 2 പേർ, ഈ രണ്ടിൽ ഒരാൾ കാസർഗോഡുകാരനാണ്, പത്തനംതിട്ട ഒരാൾ, കോട്ടയം ഒരാൾ. ഇങ്ങനെയാണ് രോഗം ഭേദമായവർ. കോവിഡ് ബാധിതരെ ചികിത്സിക്കുമ്പോൾ വൈറസ് ബാധിച്ച നേഴ്സാണ് ഇന്ന് രോഗമുക്തി നേടിയ ഒരാൾ എന്നത് കൂടുതൽ ആശ്വാസകരമായ ഒരു വിവരമാണ്. കോട്ടയത്ത് തന്നെ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന വൃദ്ധ ദമ്പതികൾ രോഗം ഭേദമായി ഡിസ്ചാർജ് ചെയ്ത് ഇന്ന് വീട്ടിലേക്ക് പോയി. നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും മികവാണ് ഈ നേട്ടത്തിനിടയാക്കിയത്. ആരോഗ്യ പ്രവർത്തകരെ കലവറയില്ലാതെ നമുക്ക് വീണ്ടും വീണ്ടും അഭിനന്ദിക്കാം. സംസ്ഥാനത്ത് 1,69,997 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. അതിൽ വീട്ടിലുള്ളത് 1,69,291 പേരാണ്. 706 പേരാണ് ആശുപത്രികളിൽ. ഇന്ന് മാത്രം 154 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 9,139 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 8,126 എണ്ണം രോഗബാധയില്ല എന്നുറപ്പാക്കിയിട്ടുണ്ട്. ടെസ്റ്റിംഗ് കൂടുതൽ വിപുലവും വ്യാപകവുമാക്കാനാണ് തീരുമാനം. ഇപ്പോൾ 4-5 രോഗലക്ഷണങ്ങളുള്ളവരുടെ സാമ്പിളുകളാണ് എടുക്കുന്നത്. ഇതിൽ 1-2 ലക്ഷണങ്ങളുണ്ടെങ്കിൽ തന്നെ സാമ്പിൾ എടുക്കുകയും പരിശോധിക്കുകയും ചെയ്യാമെന്നാണ് കണ്ടിരിക്കുന്നത്. അതോടൊപ്പം റാപ്പിഡ് ടെസ്റ്റ് സംവിധാനമടക്കം പരിശോധനയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്യും. സംസ്ഥാനത്തെ ചരക്ക് ഗതാഗത കാര്യത്തിൽ സാധനങ്ങളുമായുള്ള ലോറികളുടെ വരവിൽ ചെറിയൊരു കുറവുണ്ടായിട്ടുണ്ട്. സാധനവില ചിലയിടങ്ങളിൽ വർദ്ധിക്കുന്നതായും പച്ചക്കറി ക്ഷാമം ചിലയിടങ്ങളിൽ അനുഭവപ്പെടുന്നതായും വിവരമുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഇടപെടൽ കൂടുതൽ ഫലപ്രദമാകണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂടുതൽ പച്ചക്കറി സംഭരിക്കാനാവണം, ഇവിടെയുള്ളതും സംഭരിച്ച് മാർക്കറ്റിലേക്ക് എത്തിക്കാനാവണം എന്ന് കണ്ടിട്ടുണ്ട്. ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച സംസ്ഥാനത്തിൻ്റെ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നതിന് മുൻ ചീഫ് സെക്രട്ടറി KM അബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ 17 അംഗ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. ഇന്നലെ പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിൽ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ടാസ്ക് ഫോഴ്സിന് രൂപം നൽകിയിട്ടുള്ളത്. അതിലംഗങ്ങളായി അടൂർ ഗോപാലകൃഷ്ണൻ, മാമൻ മാത്യു, MV ശ്രേയസ് കുമാർ, ബിഷപ്പ് മാർ മാത്യു അറക്കൽ, അരുണ സുന്ദർരാജ്, ജേക്കബ് പുന്നൂസ്, അഡ്വക്കേറ്റ് B രാമൻപിള്ള, രാജീവ് സദാനന്ദൻ, ഡോക്ടർ B ഇക്ബാൽ, ഡോക്ടർ MV പിള്ള, ഡോക്ടർ ഫസൽ ഗഫൂർ, മുരളി തുമ്മാരുകുടി, ഡോക്ടർ മൃദുൽ ഈപ്പൻ, ഡോക്ടർ PA കുമാർ,
ഡോക്ടർ ഖദീജ മുംതാസ്, ഇരുദയ രാജൻ, ഇങ്ങനെയുള്ള 17 അംഗ ടാസ്ക് ഫോഴ്സിനാണ് രൂപം നൽകിയിട്ടുള്ളത്. അടുത്ത 3 ദിവസങ്ങളിൽ ജൻധൻ യോജന പദ്ധതി പ്രകാരം 500 രൂപ വീതം ബാങ്കുകളിലെത്തിയത് എടുക്കാൻ ആളുകൾ വരുന്നതാണ്. അപ്പോൾ തിരക്കുണ്ടാകാതിരിക്കാൻ ബാങ്കുകളും പോലീസും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബാങ്ക് ഉദ്യോഗസ്ഥർ ഈ പ്രതിസന്ധി ഘട്ടത്തിലും വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നു എന്നത് പ്രത്യേകം പരാമർശിക്കേണ്ട ഒരു കാര്യമാണ്. ശമ്പളം, പെൻഷൻ, കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങൾ എന്നിവയൊക്കെ വിതരണം ചെയ്യുന്നത് തിരക്കൊഴിവാക്കുന്ന രീതിയിൽ ക്രമീകരിക്കാൻ വലിയൊരളവിൽ അവർക്ക് കഴിയുന്നതുമെല്ലാം പ്രശംസനീയമായ കാര്യമാണ്. ആ ജാഗ്രത കൂടുതൽ ശക്തമാക്കണമെന്ന് ഓരോ ബാങ്ക് അധികൃതരോടും SLBCയോട് പൊതുവിലും അഭ്യർത്ഥിക്കുകയാണ്. 198 റേഷൻ കടകളിൽ ലീഗൽ മെട്രോളജി വിഭാഗം പരിശോധന നടത്തി. വിതരണത്തിൽ പ്രശ്നങ്ങളുള്ളതായി 17 കേസുകൾ കണ്ടെത്തി. മറ്റ് ക്രമക്കേടുകൾ 2 കണ്ടെത്തിയത്. അങ്ങനെ 19 കേസുകളിലായി 12,000 രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. കൊറോണ പ്രതിരോധ പ്രവർത്തനം സജീവമാക്കുമ്പോൾ തന്നെ മറ്റസുഖങ്ങൾക്കുള്ള ചികിത്സ ഇല്ലാതെ പോകരുത് എന്ന് നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. ചില പരാതികൾ വരുന്നത് നമ്മുടെ ഗ്രാമങ്ങളിൽ ചിലയിടത്ത് ക്ലിനിക്കുകൾ തുറക്കുന്നില്ല എന്നും ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നില്ല എന്നുമാണ്. ഇപ്പോൾ ചികിത്സ ലഭിക്കേണ്ട രോഗങ്ങൾക്ക് അത് ലഭിക്കാനാവശ്യമായ ക്രമീകരണം എല്ലാ തലത്തിലും വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലിനിക്കുകളടക്കം തുറന്ന് പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്. മാസ്ക് ധരിക്കുക എന്നത് ഇന്നത്തെ ഘട്ടത്തിൽ പൊതുവെ എല്ലാവരും സ്വീകരിക്കേണ്ട ഒരു നടപടിയായിട്ടാണ് കാണുന്നത്. ഇതിൽ ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ കൃത്യമായ ബോധവൽക്കരണം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ഒരു രീതി ആശുപത്രിക്കകത്തുള്ളവർ മാസ്ക് ധരിക്കുന്നത് മാത്രമായിരുന്നു. ഈ രോഗഘട്ടത്തിൽ, രോഗവ്യാപന ഘട്ടത്തിൽ മാസ്ക് ധരിക്കുന്ന രീതി കുറച്ചുകൂടി പ്രചാരത്തിൽ വന്നിട്ടുണ്ട്. ചില രാജ്യങ്ങളിൽ വ്യാപകമായി തന്നെ മാസ്ക് ധരിച്ചുകൊണ്ടാണ് സാധാരണ ആളുകൾ ഇറങ്ങാറുള്ളത്. ഇതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. മാസ്ക് ധരിക്കുന്നത് അവരവർക്ക് രോഗം തടയാനാണ് എന്ന തരത്തിൽ മാത്രം കാണേണ്ടതില്ല. മറ്റുള്ളവരെക്കുറിച്ചുള്ളൊരു കരുതൽ കൂടി അതിനകത്തുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് രോഗം പടരാതിരിക്കാൻ കൂടി തന്നിലുള്ള എന്തെങ്കിലും രോഗാണുക്കൾ മറ്റുള്ളവരിലേക്ക് എത്താതിരിക്കുക എന്ന കരുതലിൻ്റെ ഭാഗമായിട്ട് കൂടി മറ്റ് രാജ്യങ്ങളിൽ മാസ്ക് ധരിക്കുന്നവരുണ്ട്. ഇപ്പോൾ ആരോഗ്യരംഗത്തെ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത് മാസ്ക് വ്യാപകമായി ധരിക്കണമെന്നുള്ളതാണ്. ഈ വിഷയത്തിൽ
സംഘർഷങ്ങൾ ഉണ്ടാവുന്നത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് വെറ്റില, താമര, സ്ട്രോബെറി ഇങ്ങനെ വേഗം നശിച്ചു പോകുന്ന വിളകൾ കൃഷി ചെയ്യുന്ന ധാരാളം കൃഷിക്കാരുണ്ട്. അവർ പ്രത്യേകം പ്രതിസന്ധിയിലായിട്ടുണ്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കണ്ടിട്ടുണ്ട്. മീനിൽ മായം കലർത്തുന്നത് ചിലത് പിടിച്ച വാർത്തകൾ വന്നിട്ടുണ്ട്. ആ പരിശോധന വ്യാപകമാക്കണം, ഗൗരവമായി ഇടപെടണം എന്ന് കണ്ടിട്ടുണ്ട്. കരൾ മാറ്റിവെച്ചവരുടെ കാര്യം ഇന്നലെ അന്വേഷിക്കുകയുണ്ടായി. ഇവർക്ക് ആവശ്യമായ മരുന്ന് ലഭ്യമാക്കാൻ സന്നദ്ധ പ്രവർത്തകർ, പോലീസ്, ഫയർഫോഴ്സ് സംവിധാനങ്ങൾ ഇതിലൂടെയെല്ലാം നടപടികൾ സ്വീകരിക്കും. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് ഓരോ സ്ഥലത്തുനിന്ന് പോയി അവിടത്തേക്ക് വരുന്നവർ മാത്രമല്ല, ദീർഘകാലം ആ സ്ഥലം വിട്ട് മറ്റ് സ്ഥലത്ത് പോയി മത്സ്യബന്ധനം നടത്തി തിരിച്ചു വരുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ തിരിച്ചു വരുന്നവരുടെ കാര്യത്തിൽ സുരക്ഷാ പരിശോധന ആവശ്യമായി വരും. അത് അവർ പോയി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ആരെങ്കിലും രോഗബാധയുള്ളവരായിരുന്നോ എന്ന കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി മത്സ്യത്തൊഴിലാളികൾ, അത്തരത്തിലുള്ള മത്സ്യത്തൊഴിലാളികൾ കാണരുത്. ഇതിൽ നിന്ന് ഒഴിവാകാതിരിക്കുകയാണ് വേണ്ടത്. നിരീക്ഷണത്തിൽ നിശ്ചിത ദിവസം കഴിയാൻ അത്തരം തൊഴിലാളികൾ തയ്യാറാവണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ലോക്ക്ഡൗണിനെ തുടർന്ന് തീരപ്രദേശത്ത് സ്വാഭാവികമായും ഉണ്ടാകാനിടയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് ഗൗരവമായി കാണണം. പട്ടിണിയും കഷ്ടപ്പാടും ഉണ്ടാകാതെ ആ പ്രദേശത്തുള്ളവരെ സംരക്ഷിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാമൂഹ്യ അടുക്കള, ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതിൽ അനാവശ്യമായ ചില ഇടപെടലുകൾ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും കാണാൻ കഴിയുന്നൊരു പ്രത്യേകത. ഇത് പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. കിച്ചണിൽ ആവശ്യമായ ആളുകൾ എത്രയാണോ, അവിടെ നിയോഗിക്കപ്പെട്ട ആളുകൾ എത്രയാണോ, അവർ മാത്രമേ ഉണ്ടാകേണ്ടതുള്ളൂ. ആവർത്തിച്ച് നേരത്തെ വ്യക്തമാക്കിയതുപോലെ അവിടെ നിന്ന് ആർക്കൊക്കെയാണോ സൗജന്യമായി ഭക്ഷണം നൽകേണ്ടത് ആ ആളുടെയും കുടുംബത്തിൻ്റെയും പേര് മുൻകൂട്ടി തന്നെ തീരുമാനിച്ചിരിക്കണം. ഏതെങ്കിലും പ്രത്യേക താല്പര്യം വെച്ച് ഇതിലൂടെ കുറേ ആളുകൾക്ക് ഭക്ഷണം കൊടുത്തു കളയാം എന്ന് ആരും ചിന്തിക്കാൻ പാടില്ല. ആരും പട്ടിണി കിടക്കാൻ പാടില്ല എന്നതാണ് നമ്മുടെ നയം. സാധാരണ നിലക്ക് ഭക്ഷണത്തിന് വിഷമമൊന്നും ഇല്ലാത്തവർക്ക് കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് ഭക്ഷണം എത്തിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പ്രത്യേക കാരണങ്ങളുള്ളവരെ നമുക്ക് സഹായിക്കേണ്ടതായിട്ട് വരും. സ്വന്തമായിട്ട് പാചകം ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനൊരു അവസ്ഥയിലുണ്ടെന്ന് വിചാരിക്കുക. അത്തരം ആളുകളെ സഹായിക്കേണ്ടി വരും. തൻ്റെ ഇഷ്ടക്കാർക്കെല്ലാം ഇതിലൂടെ ഭക്ഷണം കൊടുത്തു കളയാം എന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാനത്ത് ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഒരു ശ്രമം നടത്തിയാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇക്കാര്യത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും അത് ഗൗരവമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മോണിറ്റർ ചെയ്യണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ഒരു കാര്യം വന്നത്, കമ്മ്യൂണിറ്റി കിച്ചൺ
ഒരിടത്ത് ഫണ്ടിൻ്റെ സാധനത്തിൻ്റെ ദൗർലഭ്യം കാരണം പൂട്ടുന്നു എന്ന വാർത്തയാണ്. അത് കോട്ടയത്ത് നിന്നാണ് അത്തരമൊരു വാർത്ത വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ കോട്ടയം നഗരസഭയുടെ തനത് ഫണ്ട് തീർന്നുപോയി എന്ന വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമായ ഒന്നാണ്. മാർച്ച് 31 കണക്ക് നോക്കുമ്പോൾ 5 കോടിയിൽ പരം രൂപ അവരുടെ തനത് ഫണ്ട് തന്നെയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ വാർത്ത അടിസ്ഥാനരഹിതമായ വാർത്തയാണ്. കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തുക എന്നത് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഈ ഘട്ടത്തിൽ ഒരു പ്രധാന ധർമ്മമായി തന്നെ എടുക്കേണ്ട കാര്യമാണ്. അവരുടെ ചുമതലയാണ് എന്നവർ കാണേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഫണ്ടിൻ്റെ ദൗർലഭ്യം ഒരു തരത്തിലും ഉണ്ടാകുന്നില്ല. അവർക്ക് ഫണ്ട് ചെലവഴിക്കാം, അതിനുള്ള അനുമതിയുണ്ട്. ഒരു തടസ്സവും ആ കാര്യത്തിൽ ഇല്ല. ഒറ്റ കാര്യമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ, അർഹതപ്പെട്ടവർക്ക് മാത്രമേ ഭക്ഷണം കൊടുക്കാൻ പറ്റൂ. പിന്നെ ഓരോ സ്ഥലത്തും തങ്ങൾക്ക് താല്പര്യമുള്ളിടത്തൊക്കെ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങിക്കളിയാം എന്നാരെങ്കിലും പറഞ്ഞാൽ അതും ബന്ധപ്പെട്ട തദ്ദേശഭരണ സ്ഥാപനം അനുവദിക്കേണ്ടതായിട്ടില്ല. അങ്ങനെയെല്ലാ ചില പ്രശ്നങ്ങൾ വരുന്നുവെന്നാണ് കേൾക്കുന്നത്. അതൊക്കെ ഈ ഘട്ടത്തിൽ ഒഴിവാക്കാൻ കഴിയേണ്ടതാണ്. ഇന്ന് 3,01,255 പേർക്കാണ് ഭക്ഷണം നൽകിയത്. ഇത് കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതലാണ്. അപ്പോൾ അർഹതയുള്ളവർക്ക് വിതരണം നടത്തുക എന്നത് കൃത്യമായി ഉറപ്പാക്കാൻ കഴിയണം. കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായി KSRTC ബസ്സുകളിലുള്ള ഡ്രൈവർമാർ അവരുടെ ടെലിഫോൺ നമ്പർ അടക്കം അത് ഡിപ്പോവിൽ വിവരങ്ങൾ ലഭ്യമാണ്. അവർ സന്നദ്ധ അറിയിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട കലക്ടർമാർക്ക് ആവശ്യാനുസരണം അവരെ ഉപയോഗിക്കാൻ അനുമതിയുമുണ്ട്. മാലിന്യ കൂമ്പാരം ഒരു തരത്തിലും നമുക്ക് ഗുണകരമായിട്ടുള്ളതല്ല. വിവിധ സ്ഥലങ്ങൾ, വീടുകളായാലും കൂട്ടമായി ആളുകൾ പാർക്കുന്ന സ്ഥലങ്ങളായാലും കമ്മ്യൂണിറ്റി കിച്ചൺ പോലുള്ള സ്ഥലങ്ങളായാലും എല്ലായിടങ്ങളിലും ഉണ്ടാകുന്ന മാലിന്യം കൃത്യമായി സംസ്കരിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രത്യേക ശ്രദ്ധ ഉണ്ടാവണം. നേരത്തെ നമ്മളൊരു തീരുമാനമെടുത്തതാണ് വൃക്ഷത്തൈകൾ, ഫലവൃക്ഷ തൈകൾ നടുന്നതിന് വേണ്ടി. അപ്പോൾ ഇപ്പോൾ എല്ലാവരും വീട്ടിലുള്ള സമയമായതുകൊണ്ട് ഈ ഘട്ടത്തിൽ തന്നെ നമുക്ക് ഒരു തൈ ലഭിച്ചാൽ എവിടെ നടണമെന്നതിനെക്കുറിച്ച് കൃത്യമായി ധാരണയുണ്ടാക്കാം. അതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താം. മഴ ലഭിക്കുന്ന ഘട്ടത്തിൽ തൈകൾ നടുന്നതിനാണ് നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കം ഇപ്പം തന്നെ ആരംഭിക്കേണ്ടതാണ്. നിസാമുദ്ദീൻ സമ്മേളനത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ എല്ലാവരുടെയും കാര്യത്തിൽ പരിശോധന നടത്തും. സാമ്പിൾ പരിശോധിച്ച് കാര്യങ്ങൾ ഉറപ്പുവരുത്തും. കുടിവെള്ളത്തിന് ക്ഷാമം ഉണ്ടാകരുത്. ക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം നൽകേണ്ടതായിട്ടുണ്ട്. അതിന് ജലവിഭവ വകുപ്പും തദ്ദേശഭരണ സ്ഥാപനങ്ങളും ഫലപ്രദമായ നടപടികൾ ഈ കാര്യത്തിൽ സ്വീകരിക്കണമെന്ന് നേരത്തെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വെയിലത്ത്
ഏറ്റവും കൂടുതൽ നിൽക്കേണ്ടി വരുന്നത് പോലീസുകാർക്കാണ്. ആ പോലീസിന് കുപ്പിവെള്ളം നൽകുന്നതിനായി കിൻലെ കമ്പനി 1,00,000 കുപ്പിവെള്ളം സംഭാവനയായി പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത്തരം മുൻകൈകൾ നല്ലതാണ്, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുമാണ്. സംസ്ഥാനത്തുള്ള 997 നീതി മെഡിക്കൽ സ്റ്റോറുകൾ, ആ നീതി മെഡിക്കൽ സ്റ്റോറുകൾ വഴി ആവശ്യമായ മരുന്ന് വീടുകളിലെത്തിക്കാമെന്ന് കൺസ്യൂമർ ഫെഡറേഷൻ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇടുക്കി ഒഴികെ എല്ലാ ജില്ലകളിലും അവശ്യ സാധനങ്ങളുടെ ഹോം ഡെലിവറിയും കൺസ്യൂമർ ഫെഡ് ആരംഭിക്കുമെന്നും അവരറിയിച്ചിട്ടുണ്ട്. ചില വ്യാജ വാർത്തകൾ, ഇപ്പോൾ വ്യാജ വാർത്തക്ക് ക്ഷാമമില്ലല്ലോ, എന്നാലും ചിലത് നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന്, ഇപ്പം നമ്മളെല്ലാവരും കേരളവും കർണാടകയും തമ്മിലുള്ള അതിർത്തി റോഡ് മണ്ണിട്ട് കർണാടകം അടച്ചപ്പോൾ അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയവരാണ്. ഇപ്പോൾ വന്നൊരു വ്യാജ വാർത്ത, തമിഴ്നാട്ടിൽ വൈറസ് ബാധിതരുടെ എണ്ണം കൂടുന്നു, അതുകൊണ്ട് കേരളം അതിർത്തി മണ്ണിട്ടടച്ചിരിക്കുകയാണ് എന്നൊരു വ്യാജ വാർത്ത. നമ്മൾ അങ്ങനെയൊരു ചിന്തയെ നടത്തിയിട്ടില്ല. നമ്മുടെ തൊട്ടുകിടക്കുന്ന സഹോദരങ്ങൾ, അവർ നമ്മുടെ സഹോദരങ്ങളായി തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇന്നത്തെ നിലയിൽ യാത്രക്ക് എല്ലാ സ്ഥലത്തും തടസ്സമുണ്ട്. അത് കേരളത്തിലുള്ള ആളായാലും കർണാടകത്തിലുള്ള ആളായാലും തമിഴ്നാട്ടിലുള്ള ആളായാലും എവിടെയുള്ള ആളായാലും എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിൽക്കണം എന്നാണ് നമ്മുടെ രാജ്യം പൊതുവിൽ പറഞ്ഞിട്ടുള്ളത്. പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത് അതാണ്. ആ നിബന്ധന നമ്മളെല്ലാവരും പാലിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള റോഡ് തടസ്സം, മണ്ണിട്ട് നികത്തുക, അതുപോലുള്ള കാര്യങ്ങൾ കേരളം ചെയ്യുന്ന പ്രശ്നമേ വരുന്നില്ല. ഇപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു വ്യാജ വാർത്തയാണ് അത്. അതേപോലെ തന്നെ SSLC ഹയർ സെക്കൻഡറി ചില പരീക്ഷകൾ ബാക്കിയുണ്ടല്ലോ, അതിൻ്റെ തീയതി നിശ്ചയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രചരണം. ആ കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് ഔപചാരികമായി അറിയിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ വ്യാജ പ്രചരണങ്ങളിൽ ആരും കുടുങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടാകരുത്.